ഞങ്ങളിത് തൃപ്രയാർ ഏകാദശി കാണാൻ വന്നിരിക്കട്ടാ. സാധാരണ ഡാഡിയുള്ളപ്പോൾ ഞങ്ങൾ ദശമി ദിവസമാണ് വരാറ്. അന്ന് പറ്റിയില്ലെങ്കിൽ ഏകാദശി ദിവസം വൈകിട്ട് ഇറങ്ങും. ഡാഡി പോയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് അമ്മ ഏകാദശിക്ക് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് നരേഷനൊന്നും അധികം കൊടുക്കണില്ല ചേട്ടാ. സാധാരണ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളും നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്ത പോലെ തോന്നിയെന്ന്. എന്നാൽ അതുപോലെ തൃപ്രയാർ ഏകാദശിയുടെ തിരക്കും ബഹളവും അതിൻ്റെ ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര, അതാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ പിന്നെ ഓരോ ദോശ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. പണ്ട് തൊട്ട് നമ്മൾ വരുമ്പോഴേ ഉല്ലാസി കയറിയിട്ടാണ് ദോശ കഴിക്കാറ് പണ്ട്. എന്താ പറയുക, ഏകാദശി വരുമ്പോൾ നമുക്ക് ഇവിടെ കയറാനൊരു ടെൻഡൻസി. ഡാഡി ഇവിടെ കയറാം. 3 ചായ. ദീപുന് വേറെ എവിടെയെങ്കിലും ഒരു വെറൈറ്റി പരീക്ഷണം ആഗ്രഹം. ശരിയല്ല? അല്ല, വഴിക്ക് നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാം. ബജ്ജി, പിന്നെ ഐസ്ക്രീം. ചായ ഒരു ചായ കൂടി പറഞ്ഞു. എന്താ ചെയ്യുക? കുഴപ്പമില്ല. നല്ല ദോശ അല്ലേ? കൊള്ളാം. എന്തായാലും ഏകാദശിയായിട്ട് മോശമാക്കില്ല. ഏകാദശിയായിട്ട് മോശമാക്കില്ല. കുറച്ചാൽ മതി മതി കാണണം. ഓ, എന്താ നീ മസാല കുറേ ഉണ്ടല്ലോ. ഇതിപ്പോൾ മസാല കുറേ ഉണ്ടല്ലോ. അമ്മ എനിക്ക് ഇത്തിരി ദോശ. ഇനി വല്ല വേണം ദീപോ? അമ്പലത്തിൽ പോകണ്ടല്ലോ, അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അവിടെ എത്തിയാണ് ഇല്ല, ചായ പറഞ്ഞോളൂ. ഒരു ദോശ എന്നാ അവിടെ ഇട്ടോ, കുഴപ്പമില്ല. ദീപ 273. എന്നോട് വേറെ മോളയച്ചു തന്നെയായിരുന്നു. ഞാനത് നോക്കാറില്ല. അപ്പം നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു. അപ്പം പിന്നെ ഞാൻ നിൻ്റെത് അപ്പം പിന്നെ മൊത്തം ഈ എവിടെയൊക്കെ കയറേണ്ട അവിടെയൊക്കെ നോക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി നോക്കിയിട്ട്. അങ്ങനെ നല്ലൊരു മസാല ദോശയും ചായയും ഒക്കെ കഴിച്ച് ഉല്ലാസേട്ടനോട് ബായും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തൃപ്രയാർ ഏകാദശി കൂടാന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഗോപുരം മുതൽ തൃപ്രയാർ അമ്പലം കഴിഞ്ഞ് പാലം വരെയുള്ള ഒരു നടത്തം. കാണുന്ന കാഴ്ചകളും
തോന്നുന്ന രുചികളൊക്കെ ആസ്വദിച്ചിട്ട് ഒരു നടത്തം. കളിക്കൊളുത്ത് ഈ എടുക്കുന്ന ബാക്കിലാണ് ഓടുന്നത്. എല്ലാവരും തിരക്കുന്നില്ല. ചൂട് പിടിക്കണ്ട, റായി പിടിക്കണ്ട. അവിടേക്ക് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയേക്കണ്ട, അങ്ങോട്ട് നോക്ക്, തിരക്കണ്ട അവിടെ. അതെ, എൻ്റെ പുറകെ അടക്ക്, വണ്ടി അടക്കല്ലേ. അടുത്തുള്ള പലകൾക്കുണ്ടാണെങ്കിലും ഒരു പാക്കറ്റ് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മേടിച്ചു പോകണം നിങ്ങൾ നിർബന്ധമായിട്ട്. കാരണം കൊച്ചു കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ കരിമ്പ് അമ്മ കോഴിക്കോട് ഹലുവ, വയനാടത്തെ നെല്ലിക്ക, വയനാടത്തെ നെല്ലിക്ക, കരിക്കലുവ, കാന്താരിമുളക് ഹലുവ, ഈന്തപ്പഴ ഹൽവ, പിസ്ത ഹൽവ, സ്ട്രോബെറി ഹൽവ, ബദാം ഹൽവ, അനാർ ഹൽവ, അരി ഹൽവ. കോഴിക്കോട് ഹൽവ, കോഴിക്കോട് ഹൽവ, വയനാടത്തെ നെല്ലിക്ക, വയനാടത്തെ നെല്ലിക്ക ഹൽവ, ബദാം ഹൽവ. തൃപ്രയാർ അമ്പലത്തിനോട് അടുക്കും തോറും തിരക്കെങ്ങനെ കൂടിക്കൂടി വരികയാണ്. സൂചി കുത്താൻ പഴുതില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു തിരക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഒന്നോതി പൊറിക്കാനിത്തിരി ചൂട് കപ്പലണ്ടി വാങ്ങുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത്. കൈനോട്ടക്കാരി കുറച്ച് ചേച്ചിമാരെടുത്ത് ഭാവിയും വർത്തമാനവും ഒക്കെ വിശദീകരിക്കുന്നത്. എൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനമൊക്കെ ഇനി അങ്ങോട്ട് ദീപുവിൻ്റെ കയ്യിലായതുകൊണ്ട് ആ കൈ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അടുത്തോ എനിക്ക് ദേഷ്യപ്പെടരുത് കേട്ടോ. അച്ഛൻ, അമ്മ, അമ്മാവൻ 3 പേരോട് കൂടി ചോദിക്കാനുള്ള വിധി കിട്ടൂല. ഒരാളിവിടെ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ അന്നേരം കടല കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് കിട്ടിയ ഭാഗം തന്നെ പറയുകയാണെങ്കിൽ തൃപ്രയാർ അപ്പനാണ് കിട്ടിയത്. അമ്മയുടെ നാം പ്രത്യേക അങ്ങനെ ഞങ്ങൾ നടന്ന് വലിയ ചക്രം ഉണ്ടല്ലോ കറങ്ങണേ, അതിൻ്റെയും അതുപോലെ ആ വലിയ യന്ത്രഊഞ്ഞാലിൻ്റെയും അടുത്തേക്ക് എത്തി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു വീലിൽ കയറി കറങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തിരക്ക് കാരണം ഒരടി അങ്ങോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വീലിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. ഇപ്പം ഞങ്ങൾ തൃപ്രയാർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഗോപുര കവാടത്തിൻ്റെ അവിടേക്ക് എത്തി. ആദ്യം എന്തായാലും പാലത്തിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദീപമാണെങ്കിലോ കുറേ നേരമായി ഐസ്ക്രീം ചോദിക്കണു. 2 കോക്കനട്ട് പോരാ? 2 കോക്കനട്ട് ഉണ്ടോ? 3 എണ്ണം. ഞങ്ങൾ ഒരെണ്ണം പിടിച്ച് ദീപ ആവട്ടെ കേട്ടോ. ആകെ വേർത്തു അല്ലേ? നായ്ക്കളെ കൊണ്ട് ഭയങ്കര ശല്യല്ലേ. ഐസ്ക്രീം നായക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ കുട്ടികൾ ഏകാദശിക്ക് മൊത്തം നമ്മുടെ കൂടെ കമ്പനിക്ക് വരും. ഏകാദശിയുടെ അന്ന് ഈ വറവ് സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങാറില്ല.
തിരക്കിൻ്റെ ഇടയിൽ ഇതും കൂടി പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് പിറ്റേ ദിവസം ദ്വാദശിക്ക് വന്നിട്ടാണ് ഞങ്ങൾ വാങ്ങാറ്. അമ്മ ഒരു പ്ലേറ്റ് ഓടിയില്ലേ ചേട്ടാ? ഒരു പ്ലേറ്റ് മുപ്പത് രൂപ 50 രൂപയാ? ചേട്ടാ ഇത് എത്ര? 20? ആ അതെ കമ്പി പിടിച്ചിട്ടേ കപ്പലണ്ടി 10 രൂപ. പടിഞ്ഞാറ് നടേനേക്കാളും കിഴക്കേ നടയിൽ കുറച്ച് തിരക്ക് കുറവാണ്. കുറേ പേര് ഈ വഴി ക്ഷേത്രത്തിലേക്ക് കയറുന്നുണ്ട്. ഞങ്ങളും ഈ ഒരു എളുപ്പ വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കയറി.
തിരിച്ചു വരുമ്പോഴും ജാൻവീലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും വിട്ടു. നേരത്തേക്കാളും ഇരട്ടി തിരക്കായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ. ദീപ എങ്ങനെയുണ്ട് തിരക്ക്? തീരെ തിരക്കില്ല, മനുഷ്യനെ കണ്ണാണൊന്നുമില്ല. എങ്ങനെയുണ്ട് തിരക്ക്? ഒരുവിധായില്ലേ, ജാമായില്ലേ അമ്മ? കണ്ണാണൂല നേരത്ത്. അതെ, ऐसा दबाना पड़ेगा ഓക്കെ. और इसको पूरा डालना पड़ेगा पेटी ऐसे, ആ है ना? അവരെ മേടിക്കല്ലേ? എത്ര ഇത്? 50 മേടിച്ച 50 രൂപ. കറങ്ങലൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരു കെട്ട് കരിമ്പും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. തൃപ്രയാർ ഏകാദശിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.